ഇതാ ഇറങ്ങേണ്ട സ്ഥലം. താങ്ക് യു. സമയത്തിന് വന്നല്ലോ. പോകാം. വന്നിട്ട് അധിക സമയമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. शरीरं कौन्तेय क्षेत्रमिद्य अभिधीयते एतद्यो वेदित्यं प्राहुं क्षेत्रज्ञ इति तत्युध. അകത്തേക്ക് ചെല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരമാത്മനേ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. കുട്ടിയുടെ എഴുത്ത് കിട്ടി. പ്രാൻ വന്നിരുന്നില്ലേ? വരൂ. ഈ അധ്യാപക ജോലിയിൽ വലിയ ഗ്ലാമർ ഒന്നുമില്ല. പിന്നെ എൻഗേജ് ആവാനുള്ള താല്പര്യമാണെങ്കിൽ സ്വന്തമായി ഓഫീസും കമ്പനിയും ഒക്കെ ഉള്ളപ്പോൾ മറ്റൊരു ജോലിയുടെ ആവശ്യമുണ്ടോ? എനിക്ക് മടുത്തു. എനിക്കൊരു മാറ്റം ആവശ്യമാണ്. ഇന്ന് അവധിയാണ്. നാളെ ജോയിൻ ചെയ്യാം. താമസിക്കാനുള്ള മുറിയും മറ്റും ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും വിളിക്കാം. മുറി ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. Come on, silence. Hey, mister. എങ്ങോട്ടാ? എവിടെ പോയിരുന്നു? Come here. എന്താ പേര്? അഭിമന്യു. എന്താ? അഭിമന്യു. ഓ, അഭിമന്യു. Now go to your seat. ഇന്നലെ ടീച്ചർ നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? സൈലൻസ്. ഇതാ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. കുട്ടി പറയൂ. ടീച്ചർ എന്താ എന്റെ പേര് ചോദിക്കാത്തെ? കൊള്ളാമല്ലോ. എന്താ പേര്? My name is Naveen P. Navneet. ടീച്ചറിന്റെ അമ്മ വന്നിട്ടുണ്ട് കാണാൻ. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് വേറെ ആരുമില്ല. ആണും പെണ്ണുമായി ഇവൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും അവൾക്ക് വേണ്ടിയിട്ടാണ്.
അവൾക്കതൊന്നും ആവശ്യമില്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. അവൾ ഇവിടെ വാങ്ങുന്ന ശമ്പളത്തിന്റെ 4-5 ഇരട്ടി ശമ്പളം വാങ്ങുന്ന എത്ര ജോലിക്കാർ എനിക്കുണ്ട്. ഇവിടുത്തെ ശമ്പളം വളരെ കുറവാണ്. പിന്നെ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗവും ഒരു ഉപജീവന മാർഗം എന്നതിലുപരി ഒരു സേവനം എന്നുള്ള രീതിയിലാണ്. സോറി, ഞാൻ ആ അർത്ഥം വെച്ച് പറഞ്ഞതല്ല. വന്നില്ല അല്ലേ? എനിക്കറിയാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. പല കമ്പനികളിലും അവൾ പാർട്ട്ണറാണ്. റിട്ടേൺസും മറ്റും ഫയൽ ചെയ്യാനുള്ള സമയമായി. ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ട് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡ്രൈവർ അയക്കാം. വരട്ടെ. അടുത്ത ലോഡ് വന്നാ ആ സൈഡിൽ ഇറക്കി വെക്കാൻ പറഞ്ഞാൽ മതി. ശരി. അമ്മേ, എല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. അമ്മയെ വെറുക്കാൻ തക്കവണ്ണം എന്ത് അപരാധമാ അമ്മ ചെയ്തത്? ഒന്നുമില്ല. പിന്നെ അമ്മ വന്നപ്പോൾ കാണാൻ വരുന്നത് ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ടാ. ഓ, അതെനിക്കറിയില്ലായിരുന്നു. എന്തിനാ കള്ളം പറയുന്നത്? അമ്മയെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞൂടെ? ഇല്ല, അതുകൊണ്ടല്ല. അമ്മ എന്നെ കണ്ട വീട്ടിലേക്ക് കൂടെ പോകാൻ നിർബന്ധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വരാതിരുന്നത്. അമ്മ നിർബന്ധിക്കുന്നതിൽ എന്താ തെറ്റ്? അതിനുള്ള അവകാശം അവർക്കില്ലേ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞതല്ലേ. എന്നാലും അവധി ദിവസങ്ങളിലെങ്കിലും വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കണം. കുട്ടിയുടെ അമ്മയുടെ വിഷമം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ ശ്രമിക്കാം. അഭിമന്യു, come here. ഹോംവർക്ക് ചെയ്തില്ലേ? എന്താ ചെയ്യാതിരുന്നത്? എന്നുവെച്ചാ മാധുരിനെ പറഞ്ഞൂടെ? അഭിമന്യു എന്താ ഹോംവർക്ക് ചെയ്യാതിരുന്നത്? എന്തിനാ കരയുന്നേ? പഠിച്ചു മിടുക്കനാവണ്ടേ? അയ്യേ, കഷ്ടം. കരയല്ലേ? ദേ ഇവരൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ? ആ ഹാൻഡ് ബുക്ക് എവിടെ? ഹാൻഡ് ബുക്ക് എവിടെ? ബ്രിങ് യുവർ ഹാൻഡ് ബുക്ക്. ഇത് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോ മമ്മിയെ കാണിക്കണം. ഗോ. നോക്ക്. പ്രോഗ്രാം വരും. ഇന്നത്തെ നാടകരംഗത്തിൽ ആദ്യമായി പ്രശസ്ത ചലച്ചിത്ര നടി കുമാരി ലിസിയും
പ്രഗത്ഭ മലയാള നാടകകൃത്തും സംവിധായകനുമായ ശ്രീ യതീന്ദ്രനുമായുള്ള അഭിമുഖ സംഭാഷണം. കേരളം അറിയുന്ന പ്രമുഖ നാടകരചയിതാവും സംവിധായകനുമായ താങ്കളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരാമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ നിലയ്ക്ക് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം, അല്ലേ? ആദ്യം പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ചോദ്യങ്ങൾ ചോദിക്കാം. മിസ്റ്റർ യതീന്ദ്രൻ, മലയാള നാടകവേദിയുടെ വളർച്ചയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിക്കുള്ള അവാർഡ് താങ്കൾ നിരസിച്ചതായി പത്രത്തിൽ കണ്ടു. അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് അറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനത് അർഹിക്കുന്നില്ല, അതുകൊണ്ട്. താങ്കളുടെ അഭിമന്യ ഗുരുവും നാടകാചാര്യനുമായിരുന്ന ശ്രീ കേശവക്കുറുപ്പിന് അർഹിക്കുന്ന അംഗീകാരമോ പുരസ്കാരമോ ലഭിക്കാത്തതിൽ താങ്കൾക്ക് അമർഷമുണ്ടായിരുന്നു. അതും ഈ അവാർഡ് നിരസിക്കുന്നതിന് കാരണമായിരുന്നു. ഒരുപക്ഷെ ആയിരിക്കാം. മന്ത്രിമാരെ പോലെയാണല്ലോ ഉത്തരം പറയുന്നത്, എങ്ങും തൊട്ടും തൊടാതെ. ഒന്നുകൂടി വിശദീകരിക്കാമോ? ഞാനൊരു സാധാരണ നാടകക്കാരനാണ്. അത്ഭുതകരമായിട്ടുള്ളത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നെക്കാൾ അർഹതയും യോഗ്യതയുമുള്ള എത്രയോ ആളുകളിവിടെ വേറെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവാർഡ് നിരസിച്ചത്. ഇന്നത്തെ ഈ അവാർഡിന് തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് മിസ്റ്റർ യതീന്ദ്രന്റെ അഭിപ്രായം എന്താണ്? സോറി, ഐ റിസർവ് മൈ കമന്റ്സ്. ഇതുവരെ താങ്കൾ അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങൾ പലതരത്തിലും പുതുമയുള്ളതായിരുന്നു. വിഭിന്ന സ്വഭാവങ്ങളുള്ള പ്രമേയങ്ങൾ തന്മയത്വമായി അവതരിപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു. താങ്കളുടെ അടുത്ത നാടകത്തിന്റെ പ്രമേയം എന്തായിരിക്കും? താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. എന്റെ അടുത്ത നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ തീമാണ് അതിൻ്റെത്. ഈ നോർമൽ സ്ത്രീ സങ്കല്പങ്ങൾക്ക് വിപരീതമായ ഒരു സ്ത്രീയുടെ പോർട്രേറ്റ് ആയിരിക്കും. ഭാരതീയ ചിന്തകളിൽ സ്ത്രീ സൗമ്യതയുടെയും ക്ഷമയുടെയും വിനയത്തിന്റെയും ഒക്കെ പര്യായമാണ്. എന്നാൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രം ഇതിന്റെ എല്ലാം കോൺട്രാസ്റ്റാണ്. മനസ്സ് നിറയെ പകയും വിദ്വേഷവും അഹങ്കാരവും കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ. കുറച്ചുകൂടെ തുറന്നു പറഞ്ഞാൽ ഡർട്ടി ബിഗ്. ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ ടി വിയിൽ ഇന്റർവ്യൂ കലക്കിയിട്ടുണ്ട്. താൻ കണ്ടോ? പിന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടു. കുത്തുമില്ല, കോമയില്ല, കാളമൂത്രം പോലെ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത മാസം 25-ാം തീയതി ബുക്കിങ്ങിന് 2 കൂട്ടർ വന്നിട്ടുണ്ട്. ഒന്ന് പെരുമ്പാവൂരുള്ള ലയൺസ് ക്ലബ്ബുകാരാ, ഒന്ന് കൊല്ലത്തുള്ളവരാ. അഡ്വാൻസ് ആദ്യം ആരുടെ കിട്ടിയോ അവരുടെ ബുക്കിംഗ് എടുത്താൽ മതി. അല്ലേ ഏതി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? വേണ്ട, ഒരു പ്ലാന് മാറ്റണ്ട. ആദ്യം ആര് അഡ്വാൻസ് വന്നോ അവർക്ക് ആദ്യം നാടകം. വേണ്ട, ഇൻഡിപെൻഡന്റ് പ്ലാൻ ചെയ്യണ്ട, നമുക്ക് ഈ പ്ലാൻ ചെയ്യാം. അവരുടെ കമ്പോസിംഗ് കഴിഞ്ഞോ? എവിടം വരെ ആയി? മറ്റന്നാ സ്റ്റേജ് ചെയ്യേണ്ട നാടകം. അതൊക്കെ തീരുന്നേ. 1 2 3 1 2 3 താരനാനേ താരനാനീനാ താരരാരേ റാനനാ താരനീനാ നനാ 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 നനാ. ബോസേ, ഇത് ഏത് പോർഷനിലേക്കുള്ളതാ? ഇത് നമ്മുടെ കഥാനായിക അമ്മയുമായി വഴക്കിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവല്ലോ, അതിനുശേഷമുള്ള അമ്മയുടെ ആ ഇൻഡിപെൻഡന്റ് മൂഡുണ്ടല്ലോ, ആ ഭാഗത്തേക്കുള്ളതാ. ശരി, കുറച്ചുകൂടെ പാത്തോസ് ഫീൽ ചെയ്യണം. ആദ്യത്തെ കളിയാണ്, കലക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ദാ കേട്ടോ സാർ. 1 2 3 1 2 3 താരനാനേ താരനാനീരാനനാ താരനാനനാ താരനാനീരാനനാ. ഓക്കെ, ഇനി ബാക്കിയുള്ളവർ നോക്ക്. ഓക്കെ സാർ. ജി മൈനർ നോട്ട് ചെയ്യടോ. എന്താണാവോ? ശരി ബോസേ, കുറച്ചുകൂടെ പാത്തോസ് ഫീൽ ചെയ്യണം. ആദ്യത്തെ കളിയാ, കലക്കണം. ചെല്ലേ, തല പോയല്ലോ, പിന്നെ വാലെന്തിനാ ഇവിടെ?
ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങ് പോണം സാർ. എന്തേ ഡാഡി ആ ഡാഡിയുടെ പടം ഞാൻ ഇപ്പൊ ടി വി കണ്ടു. കണ്ടോ മിടുക്കൻ. മോനെ ഇന്ന് എന്തൊക്കെയാ ടീച്ചർ പഠിപ്പിച്ചേ? ടീച്ചറ് പഠിപ്പിച്ചില്ല, ചീത്ത പറഞ്ഞു. പുതിയ ടീച്ചറാ. ചീത്ത പറഞ്ഞോ? എന്തിന്? ഹോംവർക്ക് ചെയ്യാത്തേന്. മോൻ എന്താ ഹോംവർക്ക് ചെയ്യാറുന്നേ? ടീച്ചർ ചീത്ത പറഞ്ഞപ്പോ മോൻ കരഞ്ഞോ? സാരമല്ല കേട്ടോ. നാളെ ഡാഡി സ്കൂളിൽ വന്ന് മോനെ ചീത്ത പറഞ്ഞ ടീച്ചറിനെ 2 പെട പടയ്ക്കാം. അതുപോലെ ഡാഡി 4 അടി അടിക്കണം. ശരി, 4 അടി അടിക്കാം. 2 കയ്യിലും 2 അടി വെച്ച് പോരെ. വലിയ ചൂടിലുണ്ട്. ഇവിടെയല്ല ഡാഡി, ഇവിടെ അടിക്കണം. അവിടെ തന്നെ അടിക്കാം. മോൻ പോയി ഡ്രസ്സൊക്കെ മാറി പാല് വാങ്ങിച്ചു കുടിക്കും. ശരി. എന്താ ടീച്ചർക്ക് കംപ്ലൈന്റ്? മോന്റെ ശ്രദ്ധ പഠിത്തത്തിലേക്ക് തിരിച്ചുവിടുന്ന സമയമാവുന്നു. കൃത്യമായി ഹോംവർക്ക് ചെയ്യാറില്ല. ആ, അതൊരു കെണിയാ, ഒരു തരം കുരുക്ക്. പഠിക്കാൻ കൊള്ളില്ല, സൂക്ഷിക്കണം എന്നൊക്കെ പറയും. അവർക്കറിയാം അവസാനം നമ്മൾ അവരോട് ട്യൂഷൻ എടുക്കാൻ പറയുന്നു. ആളെ വാല് വെക്കുന്നത് കണ്ടാൽ അറിയില്ലേ? അഭിമന്യുവിന്റെ കാര്യത്തിൽ ടീച്ചറിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നന്ദി. എന്റെ ജോലിത്തിരക്കിനിടയിൽ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഒരു നല്ല ട്യൂഷൻ ടീച്ചറെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അഭിമന്യുവിന്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, എനിക്ക് അമ്മയില്ല. ഇതാരാ എഴുതിയത്? ഡാഡി. നിന്റെ മമ്മിക്ക് എന്ത് പറ്റി? അറിയില്ല. ഡാഡിയുടെ പേരെന്താ? ഡാഡിയുടെ പേര് എരി. എരിയോ? അങ്ങനെയാ അരിമാവെ വിളിക്കുന്നത്. അന്ന് ടിവിയിൽ കണ്ടില്ലേ? മോന്റെ വീട് എവിടെയാ? ഒരു ചുമന്ന വീടില്ലേ? ഇത്രയോ വലിയ വീട്, മരങ്ങളൊക്കെ ഉള്ള വീട്, അതിന്റെ അടുത്ത. അങ്ങനെ പറഞ്ഞ ടീച്ചർ എങ്ങനെയാ അറിയുന്നത്? മിസ്സിന് പ്രിയമോളുടെ വീട് അറിയാമോ? ഞാനെങ്ങനെ അവരുടെ വീട് അറിയുന്നത്? ഈ മിസ്സിന് ഒന്നും അറിയില്ല. പാവം. ഈ നാടകത്തെ കുറിച്ചല്ലേ ടി വിയിൽ യതീന്ദ്രൻ പറഞ്ഞത്? നല്ല നാടകമായിരിക്കും. എത്ര നാളെ യതീന്ദ്രൻ ഒരു നാടകം കണ്ടിട്ട്? എന്തായാലും ഈ നാടകം കാണണം. തമ്പി വേറെ ഇറങ്ങടേ. ഇവിടെ ചുറ്റിട്ട് മേലെ പോടോ. മേലെ പോ. എങ്ങോട്ടാ പോട്ടെ? ആകാശത്തേക്ക്. മേപ്പോട്ടോ? ആ, എന്നാലും മുറ കൂടെ വെച്ചേക്കാം. ഞാൻ ഇങ്ങനെ ഇറങ്ങണം. തന്നെയാണോ? അല്ല. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിട്ട് നിങ്ങൾ പോകും, ഞാൻ വരാം. അയ്യോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായാലും ദൈവമേ. ഇപ്പൊ ഞാൻ 6-7 ദിവസം ഉറങ്ങിയിട്ട് മുണ്ടഴിഞ്ഞ്. അതെ, ഞാൻ വരേണ്ട ആവശ്യമില്ലോ. ഞാൻ സാധാരണ വന്നാ പോരെ. മേക്കപ്പ് ചെയ്യാനുള്ളവർക്ക് മേക്കപ്പ് ചെയ്തിട്ടാ. നിങ്ങൾ പൊക്കോ. ഞാൻ വരാന്നേ. പൊക്കോ. മേത്തോട്ട് എന്നെ മേലോട്ട് വിളിക്കാം. മാനേജറൊക്കെ തന്നെ കയ്യിലിരിക്കും. ഒന്നു കഴിഞ്ഞാൽ
സമയം എന്തായി? സമയം ഇപ്പോ 5:40. നല്ല കാപ്പി. എന്താ വായിച്ചേ? തനിക്ക് പോയി ചത്തൂടോ എന്ന്. ഒന്നത് വായിച്ചേ. കറക്റ്റ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇല്ല. ഒഴിവുള്ളപ്പോ മതി. ശ്രുതിയൊക്കെ ശരിയല്ലേ? കറക്റ്റായിട്ട് വായിച്ചോളണം, ഒന്നും തെറ്റിക്കരുത്. എന്താ സാറേ ഇത്? നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ വയലിന്റെ കമ്പി ഇവിടെ പൊട്ടിപ്പോയി. ആർക്കും കിട്ടിയോ? നാളെ ഒരു സ്പെയർ കമ്പി കൊണ്ടുവരണം കേട്ടാ. എന്താ കൺമഷി അത്ര വേണ്ട. 90 വയസ്സുവരെ അഭിനയം നിർത്തില്ലാന്ന് ചിന്തിച്ചു. മീശ വിട്ട് ചുണ്ടു പിടിക്കല്ലേ, ഡയലോഗ് പറയാനുള്ളതാ. അയ്യോ, ഇതെല്ലാം പോലെ ഒറ്റ മുടിയില്ല, കടം പോലെയുണ്ട്. ടീച്ചർ വരുന്നില്ല നാടൻ കാണാൻ? ഇല്ല, വരുന്നില്ല.